1986 വേൾഡ് കപ്പിൽ സാക്ഷാൽ മറഡോണ രണ്ട് പ്രശസ്തമായിട്ടുള്ള ഗോളുകൾ നേടി. ഒന്ന് ഹാൻഡ് ഓഫ് ഗോഡും മറ്റൊന്ന് ഗോൾ ഓഫ് സെഞ്ചുറിയും. അത് രണ്ടും നേടിയത് ഇംഗ്ലണ്ടിനെതിരെയായിരുന്നു, മെക്സിക്കോയുടെ മണ്ണിൽ വെച്ച്. 86 വേൾഡ് കപ്പിലെ ക്വാർട്ടർ ഫൈനൽ മത്സരം 51-ാം മിനിറ്റിൽ മറഡോണയിലൂടെ തന്നെ തുടക്കം കുറിച്ച മുന്നേറ്റം ഒടുക്കം പീറ്റർ ഷിൽട്ടനെ കാഴ്ചക്കാരനാക്കിക്കൊണ്ട് മറഡോണ കൈകൊണ്ട് ഒരു ഗോൾ കണ്ടെത്തുന്നു. ലോകം മുഴുവൻ അത് ഗോൾ അല്ല എന്ന് വാദിക്കുമ്പോഴും മത്സരം നിയന്ത്രിച്ച റഫറി മാത്രം അത് ഗോളായി അനുവദിക്കുന്നു. വർഷങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും അർജന്റീന ആരാധകരെ വിടാതെ പിന്തുടരുന്ന ട്രോളുകളായിട്ടും മീമുകളായിട്ടും അവരെ വേട്ടയാടുന്ന ഒരു രംഗമായി, ഒരു ഗോളായി അത് മാറിയിരിക്കുകയാണ്. 4 മിനിറ്റുകൾക്ക് ശേഷം കൃത്യം മത്സരത്തിന്റെ 55-ാം മിനിറ്റിൽ വീണ്ടും ഒരു ഗോള് സാക്ഷാൽ മറഡോണ സ്കോർ ചെയ്യുകയുണ്ടായി. മൈതാനത്തിന്റെ മധ്യഭാഗത്ത് നിന്നും പന്ത് സ്വീകരിച്ച മറഡോണ 5-6 താരങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് ട്രിബിൾ ചെയ്തുകൊണ്ട് പീറ്റർ ഷിൽട്ടനെയും ഒരിക്കൽ കൂടി കാഴ്ചക്കാരനാക്കി അദ്ദേഹം ഒരു ഗോൾ കൂടി നേടുകയുണ്ടായി. ദ ഗോൾ ഓഫ് സെഞ്ചുറി എന്ന പേരിൽ അത് പിന്നീട് അറിയപ്പെട്ടു. അങ്ങനെ രണ്ട് പ്രശസ്തമായിട്ടുള്ള ഗോളുകളുടെ മികവിലാണ് സാക്ഷാൽ മറഡോണയുടെ സംഘക്കാർ 2-1 എന്ന സ്കോറിന് ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് വേൾഡ് കപ്പിന്റെ സെമി ഫൈനലിലേക്ക് മാർച്ച് ചെയ്യുന്നത്. ആ വേൾഡ് കപ്പ് കിരീടം ചൂടുന്ന രംഗവും നമ്മൾ കാണുകയുണ്ടായി. 1998 വേൾഡ് കപ്പിൽ ഡേവിഡ് ബെക്കാമിനെ പുറത്താക്കിയ ആ പ്രശസ്തമായിട്ടുള്ള റെഡ് കാർഡ് വിവാദവും പിറന്നത് ഇതേ മത്സരത്തിലായിരുന്നു, ഇംഗ്ലണ്ട് വേഴ്സസ് അർജന്റീന മത്സരം. അന്ന് ഡേവിഡ് ബെക്കാം റെഡ് കാർഡ് കണ്ട് പുറത്തായതിനു ശേഷം മത്സരത്തിൽ 10 പേരായി ചുരുങ്ങിയ ഇംഗ്ലണ്ട് അവസാനം വരെ പൊരുതിയെങ്കിലും മത്സരത്തിൽ പെനാൾട്ടി ഷൂട്ടൗട്ടിൽ ആ വേൾഡ് കപ്പിൽ നിന്നും ഇംഗ്ലണ്ട് പുറത്താകുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതിനുശേഷം ഇംഗ്ലണ്ട് ഫാൻസ് ഡേവിഡ് ബെക്കാമിനെതിരെ തിരിഞ്ഞതും അദ്ദേഹത്തെ വിമർശിക്കുന്ന രംഗവും നമ്മൾ കണ്ടിരുന്ന കാഴ്ചയാണ്. എന്നാൽ 2002 വേൾഡ് കപ്പിലേക്ക് എത്തിയപ്പോൾ അതേ ഡേവിഡ് ബെക്കാമിന്റെ പെനാൾട്ടി ഗോളിൽ അന്ന് അർജന്റീനയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഇംഗ്ലണ്ട് അന്ന് വേൾഡ് കപ്പിൽ മാർച്ച് ചെയ്തത്. അങ്ങനെ ഒട്ടനവധി പ്രതികാരങ്ങളുടെ കഥ പറയാനുള്ള ഒരു മത്സരം കൂടിയാണ് ഇപ്പോൾ ഈ വേൾഡ് കപ്പില് 2026 വേൾഡ് കപ്പിലും വന്നിരിക്കുന്നത്. ഇംഗ്ലണ്ട് വേഴ്സസ് അർജന്റീന സെമി ഫൈനൽ 2026 വേൾഡ് കപ്പിന്റെ പോരാട്ടം. കഴിഞ്ഞ 3 കളികളിലും അർജന്റീന വരുത്തിയ മിസ്റ്റേക്കിലൂടെ പഴുതുകൾ കണ്ടെത്താൻ ഇംഗ്ലണ്ടിന് സാധിച്ചാൽ 66 വേൾഡ് കപ്പിന് ശേഷം മറ്റൊരു ഫൈനൽ കൂടി ഇംഗ്ലണ്ട് കളിക്കാൻ പോകും. എന്നാൽ അർജന്റീന തുടർച്ചയായിട്ട് 2ാമത്തെ ഫൈനൽ ലക്ഷ്യമിട്ടെത്തുന്ന ജൂഡും ഹാരി കെയ്നും അടങ്ങുന്ന അറ്റാക്കിംഗ് നിരയെ ആൽബിസ്റ്റേഷൻ പ്രതിരോധത്തിന് തളയ്ക്കാൻ സാധിച്ചാൽ തുടർച്ചയായിട്ട് 2ാമത്തെ ഫൈനലിലേക്കും അർജന്റീനക്ക് കടക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ലിയണൽ മെസ്സിയുടെ ആദ്യ ഇംഗ്ലണ്ട് മാച്ചാണ്. തന്റെ പൂർവികർ എത്രയോ തവണ ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തിയതും ഒരുപാട് വിവാദങ്ങൾ നിറഞ്ഞ മത്സരങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ടെങ്കിലും അർജന്റീനയ്ക്ക് വേണ്ടി ലിയണൽ മെസ്സി ആദ്യമായിട്ടാണ് ഇംഗ്ലണ്ടിനെതിരെ മത്സരിക്കാൻ പോകുന്നത്. ജൂഡും ഹാരി കെയ്നും അടങ്ങുന്ന ആ ഡേഞ്ചറസ് സഖ്യമാണ് ഈ വേൾഡ് കപ്പ്, ഈ ടൂർണമെന്റിലെ ടോപ്പ് സ്കോറർമാരുടെ ലിസ്റ്റിൽ സജീവമായിട്ടുള്ളത്. 39-കാരൻ ലിയണൽ മെസ്സി 2ാം സ്ഥാനത്ത് വേൾഡ് കപ്പിന്റെ ടോപ്പ് സ്കോറർമാരുടെ ലിസ്റ്റിൽ നിൽക്കുമ്പോൾ ആ മെസ്സിക്കെതിരെയായിരിക്കും ഇംഗ്ലണ്ട് പന്ത് തട്ടാൻ പോകുന്നുണ്ടാവുക. ഒരുപാട് പക തീർക്കാനുള്ള, കണക്കുകൾ പലതും തീർക്കാനുള്ള ഒരു മത്സരമായിട്ട് ഇംഗ്ലണ്ട് വേഴ്സസ് അർജന്റീന മാറുകയാണ്. നോർവേ എന്ന വലിയ ടീമിനെ കീഴ്പ്പെടുത്തിയെത്തുന്ന ഇംഗ്ലണ്ടും സ്വിറ്റ്സർലാൻഡിനെ പരാജയപ്പെടുത്തിയെത്തുന്ന അർജന്റീനയും നേർക്കുനേർ വരികയാണ്. എന്തായിരിക്കും സ്കോർ? പ്രെഡിക്റ്റ് ചെയ്യുക.